ഏ ഗായ്സ്, അപ്പം എൻ്റെ ജാനിയുടെ 1ാം പിറന്നാളാണ് ഇപ്പോൾ കഴിഞ്ഞത്. പിറന്നാൾ കഴിഞ്ഞു. ഇത് 1 വയസ്സ് ബർത്ത്ഡേ. നമ്മളങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. ഇന്ന് കുറച്ച് പേര്, പിന്നെ വന്നതെല്ലാം ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരന്മാരായിരുന്നു. എൻ്റെ അമ്മ, അനിയത്തി, അങ്ങനെ കുറച്ച് പേരും, ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ, അനിയത്തി, ചേച്ചി, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും രഞ്ജിത്താൻ്റെ കൂട്ടുകാരാണ് കൊണ്ടുവന്നത്. ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ ചെറിയൊരു ഇതായിരുന്നു. അപ്പം അവർക്ക് കിട്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം കുറച്ച് എല്ലാം ഫ്രോക്ക് ഐറ്റംസാണ് കിട്ടിയത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കുഞ്ഞൊരു സ്കേർട്ടും ടീഷർട്ടുമായിട്ട്. ജാനിയാണെങ്കിൽ ഇപ്പോൾ 1 വയസ്സായി, പക്ഷെ അവൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സെല്ലാം 6 മാസമുള്ള. ഇതൊരു വൈറ്റിൽ വന്നിട്ട് ഫുൾ ഫ്രില്ല് വരുന്ന നെറ്റിൻ്റെ ഒരു മോഡലായിരുന്നു. ഇതൊരു ജീൻസിൻ്റെ ഒരു മോഡൽ ഉടുപ്പാണ്. ഇത് ലെങ്ത് കറക്റ്റായിരിക്കും, പക്ഷേ എല്ലാം ഷേപ്പ് ചെയ്യേണ്ടി വരും. ഇത് ഇത്തിരി ഒരു 2-3 വയസ്സിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡ്രസ്സായിരുന്നു. ചെക്കിൻ്റെ വന്നിട്ട് ഇതൊരു ആഷ് കളർ ഗൗണ്. ഇത് നല്ലൊരു സിമ്പിൾ ഡ്രസ്സായിരുന്നു. ഇതും ഒക്കെ ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ വന്നിട്ടൊരു ടീഷർട്ട്, ഇതിൻ്റെ ഉടുപ്പ് അവൾ ഇട്ടേക്കുവാണേ. ഇത് ഒരു നമ്മുടെ അക്കോവ മോഡൽ. ഈ ചൂട് ടൈമിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു ചെറിയൊരു ഫ്രോക്ക്. ഇത് അവളുടെ അപ്പച്ചി വാങ്ങിക്കൊടുത്തതാണ് ബർത്ത്ഡേ അന്ന് ഇടാൻ വേണ്ടി. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഒരെണ്ണം തയ്ച്ച് ഞാനും ജാനിക്കുട്ടിയും കൂടെ ഒരേപോലെ ഇടാൻ വേണ്ടി കളറിലൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത് അവളുടെ അപ്പച്ചി തന്നെ വാങ്ങിക്കൊടുത്തതാണ്. ഇതാണ് ഞാൻ ജാനിയുടെ ബർത്ത്ഡേക്ക് 1 വയസ്സിന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്. ഒരു ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ്. ഞാൻ ഒരു റെഫറൻസ് പിക്ക് കണ്ടിട്ട് ചെയ്തതാണ്. ഞാനതിൽ ഒരുപാട് ഇതൊന്നും കൊടുത്തിട്ടില്ല, അടിയിൽ നെറ്റൊന്നും കൊടുത്തിട്ടില്ല. കാരണം പിന്നെ അത് ഇടത്തില്ല. ഇതേപോലെ ഒരു പട്ടിക്കുട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇതേപോലെ ഒരു മണിക്കുട്ടിയുണ്ട്. അതേപോലെ ഒരു പട്ടി അതിനെ കിട്ടി. പിന്നെ ഇത് അവളുടെ കുഞ്ഞ് വാങ്ങിക്കൊടുത്തൊരു ഊഞ്ഞാലാണ്. ഇപ്പം അതിൽ നിന്ന് ഇറങ്ങാറില്ല, എപ്പോഴും ഇതിൽ തന്നെയാണ്. നല്ല രസമാണത്, റൂമിൽ ഇങ്ങനെ ഇട്ടിട്ടിങ്ങനെ നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നു. നൂലുകെട്ടിന് വരാൻ പറ്റാത്തതുകൊണ്ട് ബർത്ത്ഡേക്ക് ആ ഗിഫ്റ്റും കൊണ്ടുവന്നു. പിന്നെ ഇത് അവളുടെ മുത്തശ്ശി വാങ്ങിച്ചു കൊടുത്തൊരു റിങ്ങും. അപ്പോൾ ഇത് അവളുടെ അച്ചാമ്മയും അച്ചാച്ചനും കൂടെ വാങ്ങിക്കൊടുത്തൊരു കുഞ്ഞ് ചിമ്മിക്ക കമ്മലും കൂടെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്.